ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മൗനരാഗത്തില് നമ്മുടെ സ്റ്റെഫി അവളുടെ കാർത്തികയുടെ കമ്പനിയിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാർത്തികയും ലക്ഷ്മി അമ്മയും അത് ഇതുവരെയും അറിഞ്ഞിട്ടില്ല. എന്തായാലും എല്ലാതും നിരീക്ഷിക്കുന്ന നമ്മുടെ കിരൺ ആ ഒരു സത്യം തിരിച്ചറിയുകയാണ്. CCTV അവരുടെ കമ്പനി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ സ്റ്റെഫിയുടെ കൂട്ടുകാരും കൂടി അവിടേക്ക് വരുന്നതും അതുപോലെ മതിൽ ചാടുന്നതും അവർ അകത്ത് കടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുകയാണ്. എന്തായാലും സ്റ്റെഫി അവിടെ ആക്കി കൂട്ടുകാർ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ കമ്പനിയിൽ വലിയ സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 സെക്യൂരിറ്റി ഒക്കെയാണ് രാത്രി സമയത്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ എന്നിട്ട് പോലും അവരൊക്കെ ഉറങ്ങുന്ന സമയം നോക്കി സ്റ്റെഫി അകത്ത് കടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിരൺ ഈ ഒരു കാഴ്ച കണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓടിപ്പോയിട്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും ഇവളെ പറ്റി സ്റ്റെഫിയെ പറ്റിയൊക്കെ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷമാണ് കാർത്തിക തൻ്റെ ആ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുന്നതും അവിടെയാണ് അവൾ ഒഴിച്ചിരിക്കുന്നതും. അങ്ങനെ ആ സമയത്ത് സ്റ്റെഫിയെ അവിടെ നിന്നും കാണാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റെഫി അവിടേക്ക് അവളുടെ കയ്യിലുള്ള കത്തിയുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കാർത്തിക ഒച്ചെടുക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മ ഓടിയെത്തുകയാണ്. അവർ രണ്ടുപേരെയും ഇപ്പം കത്തി കാണിച്ച് ഭയപ്പെടുത്തി അവർ ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ ഗംഗയെ നിങ്ങളെല്ലാവരും ചേർന്ന് ഇല്ലാതാക്കിയില്ലേ, അവന് ആശ്വാസം കിട്ടണമെങ്കിൽ നിങ്ങളെ പരലോകത്തേക്ക് എനിക്ക് അയച്ചേ തീരൂ, എന്നിട്ട് നിങ്ങൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഞാൻ അവൻ്റെ അരികിലേക്ക് പോകാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്ന സമയം തന്നെയാണ് നമ്മുടെ കിരൺ അവിടേക്ക് പാഞ്ഞെടുക്കുന്നത്. അങ്ങനെ കിരൺ അവളുടെ കയ്യിലുള്ള കത്തിയൊക്കെ തട്ടിത്തെറിപ്പിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവളുടെ കൈകൾ പിന്നിലേക്ക് വലിച്ചു കെട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയം അവളുടെ നേർക്ക് നേർ വന്ന് നിന്ന് ലക്ഷ്മി അമ്മ കാർത്തികയും കണക്കിന് ചോദിക്കുന്നുണ്ട്. അവളോട് മറുപടി ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ കരണം നോക്കി അപ്പുറം അവളുടെ കരണം നോക്കി അടിക്കുന്നുണ്ട്. എന്തായാലും ഒരു പെണ്ണായതിൻ്റെ പേരിലാണ് ഇത്രയും നാളും കിരൺ സ്റ്റെഫിയെ വെറുതെ വിട്ടത്. പക്ഷേ ഇനി എന്തായാലും അതിന് തയ്യാറല്ല. അതുപോലെ തന്നെ അവൻ അവളുടെ ദേഹത്ത് അടിക്കാതെ കൈവയ്ക്കാതെ ഇവരെ കൊണ്ട് തന്നെയാണ് തല്ലിക്കുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ രതീഷിനെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ രതീഷുമായിട്ട് കിരൺ അവിടെ നിന്നും സ്റ്റെഫിയെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുപോയി കാടിനുള്ളിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. കൈകളും കാലുകളൊക്കെ ബന്ധിപ്പിച്ച് അവളുടെ വായിൽ തുണി തിരികെ ഒരു വലിയൊരു പന്തം അത് അവിടെ കത്തിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. കാരണം പന്തം അങ്ങനെ ആ സമയത്ത് അവിടേക്ക് കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ വന്ന് അവളെ കൊല്ലും. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ ഇവനെ രാഹുലിന് എങ്ങനെയാണോ സംഭവിച്ചത്, മരണം കൊടുത്തത്, അതുപോലെ തന്നെ ഇവൾക്കും കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ അവളുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള നമ്മുടെ വിക്രമാണ്. വിക്രം ജയിലിൽ നിന്ന് പരോൾ ഇറങ്ങുകയാണ്. അപ്പോൾ പരോൾ ഇറങ്ങുന്ന സമയത്ത് മനോഹറിന്റെ മാറ്റവും അതുപോലെ തന്നെ സരയു അവനോട് സ്നേഹം കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെ വിക്രം മനസ്സിലാക്കുന്നുണ്ട്. അവൻ ഇറങ്ങിയിട്ട് നേരെ സരയുവിൻ്റെ അരികിലേക്കാണ് പോകുന്നത്. നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ നമ്മുടെ ഇവനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സരയു പറയാണ്, ഒരിക്കലും എനിക്ക് മാറാൻ കഴിയില്ല, നീ എന്തായാലും കൊല്ലാനിട്ടിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ആ കിരണിനെ അങ്ങ് മാറ്റിയേക്ക്. കാരണം കിരണിനെ എനിക്ക് ഭർത്താവായി കിട്ടണം. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കല്യാണിയാണ്. അവളെ ഇല്ലാതാക്ക് നീ. അതിനുവേണ്ടി നിനക്ക് എന്ത് സഹായം ചെയ്തു തരാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവളുടെ വാക്കൊക്കെ വിശ്വസിച്ച് നമ്മുടെ വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട്. അതേസമയത്ത് വിക്രം ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയിട്ടുള്ളൂ എന്ന കാര്യം കിരണൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരോടും സൂക്ഷിക്കണം, പ്രത്യേകിച്ച് കല്യാണിയെ സൂക്ഷിക്കണം എന്ന് തന്നെ എല്ലാവരും പറഞ്ഞു കൊടുക്കുകയാണ്. പ്രകാശനാണെങ്കിലും മകൻ ജയിലിൽ പരോളിൽ ഇറങ്ങിയതിൽ ആകെ വെപ്രാളം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവൻ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഞാൻ തന്നെ തീർക്കും, എൻ്റെ പെൺമക്കൾക്ക് ഭീഷണിയായിട്ടുള്ള അവനെ ഇനി ജീവിച്ചിരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഒരു ദിവസം നമ്മുടെ കിരൺ കല്യാണിക്ക് കുത്തൊക്കെ വയറ്റിൽ കുത്തേറ്റിരിക്കുകയാണല്ലോ. അപ്പോൾ പതുക്കെ എങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഒരു ഗ്രൗണ്ടിൻ്റെ അവിടെ ഇങ്ങനെ പതുക്കെ അവളെങ്ങനെ നടത്തുകയാണ്. അപ്പോൾ കൂടെ നമ്മുടെ സരയും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് സരയും
ഇവരിങ്ങനെ വരണ സമയം സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. വിക്രത്തിന്റെ കയ്യിലൊരു തോക്കുണ്ട്. അപ്പൊ ബാക്കിൽ നിന്ന് വിക്രം നമ്മുടെ കല്യാണിയെ തലയ്ക്ക് വെടിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പം തന്നെ കല്യാണി അവിടെ ബോധം കെട്ട് വീഴുകയും കയ്യിൽ രക്തപ്പാടുകൾ, തലയ്ക്ക് പെട്ടെന്ന് കൈ വെക്കുകയും അപ്പോൾ കയ്യിലൊക്കെ നിറച്ച് അങ്ങനെ അവളവിടെ വീഴുകയും ചെയ്യുന്നുണ്ട്. കിരൺ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ പകച്ചു നിന്ന് പോവുകയാണ്. സരയു ചിരിക്കുന്നുണ്ട്. ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വിക്രം. എന്തായാലും അങ്ങനെ ഒരു സംഭവം ആ സമയത്ത് നടക്കുന്നുണ്ടെങ്കിൽ വിക്രത്തിന്റെ കാര്യത്തിൽ ഉറപ്പായും ഒരു തീരുമാനമുണ്ടാകും. എന്തായാലും തീരുമാനം ഉണ്ടാകും, ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സരയുവിന്റെ സ്വപ്നം മാത്രമായിരിക്കും. സരയുവിന്റെ മനസ്സിൽ ഈ പറയുന്ന വിക്രത്തിനെ കണ്ടു പോകുന്നതിന് ശേഷം സരയു കണ്ട സ്വപ്നമായിരിക്കും ഈ കല്യാണിയുടെ തലയ്ക്ക് വെടിയേറ്റു എന്ന കാര്യം. അങ്ങനെ ആ സ്വപ്നത്തിൽ നിന്നും സരയു ചാടി എഴുന്നേൽക്കുകയാണ്. എന്തായാലും ഇത് നടപ്പിലാക്കണമെന്ന് അവൾ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് വിക്രമാണ്, കിരണിന്റെ. അങ്ങനെ വിക്രത്തിനെയും പിടികൂടുകയാണ്. വിക്രത്തിനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ നമ്മുടെ കല്യാണിയെയും ഇവളൊക്കെ ലക്ഷ്മി അമ്മയെയും കാർത്തികയൊക്കെ അപകടപ്പെടുത്താൻ നമ്മുടെ വിക്രം ശ്രമിക്കുമ്പോൾ അതിനൊക്കെ മറുപടി ചോദിക്കുന്നുണ്ട്. രതീഷും അതുപോലെ തന്നെ കിരണും കൂടിയിട്ട് അങ്ങനെ അവനെ തല്ലിച്ചതച്ചിട്ട് അവൻ്റെയും ജീവൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അവൻ്റെ വായിൽ നിന്നും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ സരയുവിൻ്റെ ലക്ഷ്യങ്ങളൊന്നും ആരും അതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഒരുപാട് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ താര, അതായത് സരയുവിൻ്റെ അമ്മ, പെറ്റമ്മ, എല്ലാ കാര്യങ്ങളും കിരണിനെ അറിയിക്കുകയാണ്. എന്നിട്ട് കിരണിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രത്യക്ഷത്തിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാൻ സാധിക്കും, പക്ഷേ അവൾ മറഞ്ഞിരിക്കുന്ന ശത്രുവാണ്, അതുകൊണ്ട് അവളെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ കിരൺ മനസ്സിലാക്കുന്നുണ്ട്. കിരണിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കല്യാണിയെ ഇല്ലാതാക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നും അവളുടെ ഇപ്പോഴത്തെ ഈ മാറ്റം എന്ന് പറയുന്നത് അതൊരു അഭിനയം തന്നെയാണ്. അതുപോലെ മനോഹറിനെ ചെന്ന് കണ്ട് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് തൻ്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ടാണെന്നും അങ്ങനെയുള്ള എല്ലാ സത്യങ്ങളും കിരൺ മനസ്സിലാക്കുകയാണ്. അങ്ങനെ രാഹുലിൻ്റെ ഒപ്പം കൂടിയിട്ട്, രാഹുൽ മാത്രമല്ല ആ ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്, ഈ പറയുന്ന സരയും കൂടിയിട്ടാണ്. പിന്നെ വിക്രത്തിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് അവൾ പറഞ്ഞ് വാക്കു കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞിട്ട് കിരൺ ആകെ കലി തുള്ളി നിൽക്കുകയാണ്. എന്തായാലും രൂപയോടും ചന്ദ്രസേനോടും ഈ ഒരു കാര്യം അറിയിക്കുകയാണ്. രൂപയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. രൂപ അവളെ തല്ലി തകർത്ത് അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഇതാക്കിയതിന് അവളെ പോലീസിന് പിടിച്ചു കൊടുക്കാനും രൂപ മടിക്കുന്നില്ല. അതുപോലെ എല്ലാ ശത്രുക്കളെയും അവർ അങ്ങനെ ഒതുക്കി വിടുമ്പോൾ പിന്നീട് അവർക്ക് സന്തോഷ നിമിഷങ്ങൾ തന്നെയാണ്. നമ്മുടെ കല്യാണിയുടെ അസുഖം പെട്ടെന്ന് തന്നെ ഭേദമാകുന്നുണ്ട്. അവൾ നടക്കുകയൊക്കെ ചെയ്യാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സരയുവിൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്നത് കല്യാണിയാണ്. കല്യാണിക്കൊപ്പമാണ് ഇനി ആ കുഞ്ഞ് വളരുന്നത്. അതുപോലെ മനോഹറിന് മാസാമാസം ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.